ഈ വിവാദങ്ങൾക്ക് പിന്നാലെ മോഹൻലാലിന് ആദ്യം വെള്ളപൂശാൻ ഇറങ്ങി തിരിച്ചത് മേജർ രവിയാണ്. പക്ഷേ ഇപ്പോൾ മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായിരിക്കും കാര്യം? മേജർ രവി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് അതൊക്കെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ ആദ്യം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ വാനോളം പുകഴ്ത്തി മേജർ രവി രംഗത്ത് വന്നു. ഇതുപോലൊരു സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് കാണാനും കയറി. എന്തൊക്കെയാണ് പറഞ്ഞത്? പൃഥ്വിരാജിനെ പോലെ പൃഥ്വിരാജ് മലയാളത്തിന് കിട്ടിയ മുത്താണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ജനവികാരം എതിരാണെന്ന് കണ്ട ഉടനെ പ്ലേറ്റും മാറ്റി രംഗത്ത് വരും. അല്ലാതെ മോഹൻലാൽ സ്ക്രിപ്റ്റ് വായിച്ചില്ല, അറിയാതെ ചെന്ന് അഭിനയിച്ചതാണ്, അദ്ദേഹം പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നൊക്കെ ഒരുമാതിരി. ഈ വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ഏഷ്യാനെറ്റിനോട് പറഞ്ഞൊരു വാചകമാണ് പറയാൻ വരുന്നത്. നമുക്ക് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. മെഴുകൽ നടത്തി കളഞ്ഞു. ആ മെഴുകൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് വലിയ തോതിൽ അതിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ഇതൊന്നും കാണാതെ കുറ്റം മുഴുവനും പൃഥ്വിരാജിൻ്റെ തലയ്ക്ക് വെച്ച് ലാലേട്ടനെ വെള്ള പൂശാനുള്ള ഒരു വിഫല ശ്രമമാണ് നമ്മുടെ മേജർ രവി നടത്തിയത്. അദ്ദേഹത്തിന് വായി വെച്ചുകൊണ്ടും മിണ്ടാതിരിക്കാം, എന്തെങ്കിലും വിവാദം നടക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ വെള്ളപൂശലാണെന്ന് തോന്നുന്നു ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തീ പിടിപ്പിച്ച. തീർച്ചയായിട്ടും ആ പോസ്റ്റിന് പിന്നാലെയാണ് മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ ഉടനെ അയാൾ ഈ പറയുന്നത് പോലെ ആദ്യം ഇതിനെ വാനോളം പുകഴ്ത്തി, തൊട്ടു പിന്നാലെ ഇതിനെ എന്താ പറയുക, വലിച്ചു താഴെയിട്ട് ചവിട്ടി തേക്കുന്ന വർത്തമാനവും പറയും. അപ്പോഴാണ് വിഷയം കൂടുതൽ ഗൗരവമായത്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസുകാർക്കും ഒക്കെ അവർക്കും മനസ്സിലായി ഇതിനകത്ത് ഈ ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുക എന്ന് പറയുന്നത് അവർ ആ രീതിയിൽ തന്നെയാണ് അവരത് പറയുന്നതും. അത് മേജർ രവിക്കെതിരെ അവർ രംഗത്ത് വന്നിരിക്കുന്നതും. ഈ ലാലേട്ടൻ്റെ സിനിമകൾ എടുത്ത ഒരു സംവിധായകനാണ് മേജർ രവി. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്തത് അവർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ഈ മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് മേജർ രവി. അപ്പോൾ അതിനുള്ള ഒരു ഗൗരവവും അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ചെയ്തത് ആർക്കും നീതീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അവർ വളരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഓന്ത് ഇത്രയും വേഗത്തിൽ നിറം മാറില്ല എന്നാണ് അവരുടെ പോസ്റ്റ് അവർ പറയുന്നത്. ആ പോസ്റ്റിന് വളരെ നീണ്ട ഒരു പോസ്റ്റാണ് അവർ, നമുക്കത് വായിക്കാൻ പറ്റില്ല. ആ സംഘടന തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണല്ലേ. ആലപ്പുഴയിലെല്ലാം രാജിവെച്ച് പോകുന്നു. ഫാൻസുകാർ തമ്മിൽ തന്നെ വലിയ എന്താ പറയേണ്ടത് അസ്വാരസ്യങ്ങളും എതിർപ്പുകളും ഉയർത്തുന്നു. ചിലർ അനുകൂലിക്കുന്നു, ചിലർ പ്രതികൂലിക്കുന്നു, ചിലർ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ചിലർ അത് വേണ്ട, അതിലെ ദൃശ്യങ്ങൾ വെട്ടിമാറ്റിയാൽ മതി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ കോലാഹലങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മേജർ രവി ഈ പടക്കത്തിന് തീ കൊളുത്താൻ വന്നത്. എന്തായാലും അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ സെൻസിറ്റീവായൊരു വിഷയത്തിനെ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മേജർ രവി ഇങ്ങനെ ചെയ്തു, ഞാൻ മോഹൻലാലിൻ്റെ കൂടെയാണ് എന്നെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ പോസ്റ്റിൽ. ഇത് ഈ മേജർ രവിയുടെ ഈ നിലപാട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ അല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോഴും അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് മോഹൻലാൽ കണ്ടിട്ടില്ല, അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ആരാധകരുടെ ഭാഗത്തു നിന്നും ഈ കേണൽ പദവി, ലെഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണമെന്നൊരു ആവശ്യം വരും. അതെ, ഉന്നയിക്കുന്നതിലാണ് അദ്ദേഹത്തിന് പ്രശ്നം. ഇനി അതാണോ ഇദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്? അതും ഇതും തമ്മിൽ എന്തായിരിക്കും? ഇത് മോഹൻലാലിനെ ന്യായീകരിക്കാൻ, അതായത് ഈ മോഹൻലാലിനെ അത് എടുത്തു മാറ്റുകയാണെങ്കിൽ എന്താണ് നഷ്ടം? അതായത് ഇന്ന് കാണുന്ന മോഹൻലാലിനെ സൃഷ്ടിച്ചത് ഞാനാണ്. അപ്പോൾ ഞാൻ സൃഷ്ടിച്ച ഒരു മോഹൻലാലിന് കേടുപാടുകൾ ഉണ്ടാകുന്നത് ഞാൻ സഹിക്കില്ല. അതാണ് പ്രധാന പ്രശ്നം. ഇത് ഈഗോയാണ്. ഇവിടെ ഇവർ പറയുന്ന നമ്മുടെ ആരാധകരും അല്ലെങ്കിൽ ഈ സിനിമയെ എതിർത്ത് രംഗത്ത് വരുന്നവരും ആവശ്യപ്പെടുന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അവർ വെറുതെ ചുമ്മാ ആക്ഷേപം ഉന്നയിക്കുകയല്ല. ഈ ഫാൻസുകാർ തമ്മിൽ അടിയുണ്ടാക്കുന്ന പോലെ മമ്മൂട്ടിയുടെ ഫാൻസുകാർ മോഹൻലാലിനെതിരെ, മോഹൻലാൽ ഫാൻസുകാർ മമ്മൂട്ടിക്കെതിരെ ഈ കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു ഇടപാടല്ല ഇത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് നേരെ, നമ്മുടെ സംസ്കാരത്തിന് നേരെ, ഹിന്ദു ധർമ്മത്തിന് നേരെ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരാക്രമണം, ഒരു മോശം സന്ദേശം സമൂഹത്തിൽ വരും തലമുറകളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശം നൽകുന്ന സിനിമ. ആ സിനിമയ്ക്കെതിരെയാണ് അവർ പറയുന്നത്.
അതും 100% കള്ളത്തെ സത്യമാക്കി ചിത്രീകരിച്ച് എന്താ പറയണ്ടേ, നിരന്തരം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബിംബങ്ങളെ, നമ്മുടെ ദേശീയ ബിംബങ്ങളെ നിരന്തരം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമ, അതിനെതിരെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അവർ രാജ്യസ്നേഹികളായ ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ന്യായീകരിക്കാൻ ചെന്നാൽ അത് ആരും വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ ഫാൻസുകാർ തന്നെ പറയുന്നുണ്ട്, എന്താണ്, മോഹൻലാൽ ഈ പ്രിവ്യൂ കണ്ടിട്ടില്ല, തിരക്കഥ വായിച്ചു നോക്കാതെ ആണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. മോഹൻലാലിനെ പോലൊരു നടൻ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. മേജർ രവി അതും പറഞ്ഞ് ഇങ്ങോട്ട് തള്ളാൻ വരണ്ട എന്നാണ് അവർ പറയുന്ന മറുപടി. എന്തായാലും ഈ പറയുന്നത് പോലെ മോഹൻലാലിൽ അങ്ങനെ നിരുത്തരവാദപരമായൊരു സമീപനം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലാക്കാമല്ലോ മോഹൻലാൽ തന്നെ എന്താ പറഞ്ഞത്. അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടെ വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി. അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയെന്നു, മറ്റ് നാം ഈ മേജർ രവിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് മോഹൻലാൽ ഈ തിരക്കഥ വായിച്ചിട്ടില്ല, ഈ സിനിമ കണ്ടിട്ടില്ല തെറ്റാണെന്ന് ലാലേട്ടന്റെ പോസ്റ്റ് കൊണ്ട് തന്നെ വ്യക്തമല്ല. അല്ല, ലാലേട്ടനല്ലേ ഇതിന് മറുപടി കൃത്യമായി നൽകുന്നത് മല്ലിക സുകുമാരനാണ്. അങ്ങനെ മോഹൻലാൽ പൊട്ടനാണോ എന്ന് അവർ നേരിട്ട് ചോദിക്കുക. ആരും ചോദിക്കില്ലേ? അരിയാഹാരം കഴിക്കുന്ന ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും? ഒരു സിനിമയിൽ അഭിനയിക്കുന്ന, അതും സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ തിരക്കഥ വായിച്ചു നോക്കാതെ അങ്ങ് അഭിനയിക്കുന്നു. അത് നടക്കുന്ന കാര്യമാണോ? എൻ്റെ അറിവിൽ മോഹൻലാലിൽ എല്ലാ തിരക്കഥയും അദ്ദേഹത്തിൻ്റെ PA ആദ്യം വായിച്ചു നോക്കും. ആദ്യം കഥ കേൾക്കും. കഥ കേട്ടതിന് ശേഷം PA അത് വായിച്ച് ഓരോ സീനും വായിച്ച് കമ്പോട് മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് പറയുന്നത്. മനുഷ്യരല്ലേ, തെറ്റുകൾ ആർക്കും പറ്റാം. അപ്പോൾ അതൊക്കെ കണ്ടെത്തി പരമാവധി അവർ ഒന്നല്ല ഒന്നിലധികം വായനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് മോഹൻലാൽ ആ സിനിമ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഈ PA അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ലോകത്തിലെ എല്ലാ നടന്മാരും, ഈ പറയുന്ന നായക നടന്മാർ, അത് ഹിന്ദിയിലായാലും തമിഴിലായാലും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ തിരക്കഥ സമ്പൂർണ്ണമായിട്ടും പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ഒരു സിനിമ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ചിലപ്പോൾ ചെയ്തേക്കും, അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്നിട്ടും എന്തുകൊണ്ട് ഈ ധൈര്യം വരുന്നു ഈ മേജർ രവിക്ക് ഇങ്ങനെ വന്ന് തുറന്നു പറയാൻ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിനെ ന്യായീകരിച്ച് ഞാൻ ലാലേട്ടന്റെ പക്ഷത്താണ്, മോഹൻലാലിന്, എന്നിട്ടും അദ്ദേഹത്തിന്റെ ആരാധകർ അത് മനസ്സിലാക്കാത്ത അവർക്ക് ബുദ്ധിയുണ്ട്. അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരാരും മുണ്ണകളോ പൊട്ടന്മാരോ ഒന്നും അല്ല. അതുകൊണ്ട് അവർക്കത് മനസ്സിലായി. എന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടനൊപ്പമാണ്. പൃഥ്വിരാജിനെ, ഇത് നൈസായിട്ട് പൃഥ്വിരാജിനെയും മുരളി ഗോപിയെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് മോഹൻലാലിനെ ഊരിയെടുക്കാനുള്ളൊരു ശ്രമമാണ് മേജർ രവി. എന്നിട്ട് അവസാനം പറയാമല്ലോ, ഞാനാണ് ലാലേട്ടനെ രക്ഷിച്ചത്, നാളെ അതും പറഞ്ഞ് മേനി നടിച്ച് നടക്കാമല്ലോ. ഇദ്ദേഹത്തിന് അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഫാൻസുകാർ നല്ല മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമുക്ക് സാധിക്കില്ല, അദ്ദേഹം കയ്യിൽ വെച്ചാൽ മതി എന്ന്. എന്തായാലും മോഹൻലാലും പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് പറഞ്ഞത്. അല്ലാതെ പൃഥ്വിരാജിന് തെറ്റുപറ്റിയെന്നോ മുരളി ഗോപിക്ക് തെറ്റുപറ്റിയെന്നോ ആന്റണി പെരുമ്പാവൂരിന് തെറ്റുപറ്റിയെന്നോ ഒന്നും അല്ലല്ലോ മോഹൻലാൽ പറഞ്ഞത്. വളരെ ലളിതമല്ല. മല്ലിക സുകുമാരൻ അപ്പോഴും ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ട് വൈകിപ്പോയി ഇത്തരം ഒരു ഖേദപ്രകടനം നടത്താനെന്നും ചോദിക്കുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായൊരു സമയം അതിനെടുക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ഇത്രയും ആദ്യം ഒരു ചെറിയ പ്രതിഷേധം ഉയർന്നു. അത് നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടാവും, കുറച്ച് രാഷ്ട്രീയം ഉള്ളവർ എതിർക്കും എന്നൊക്കെ കരുതി കാണും. പക്ഷേ സമയം മുന്നോട്ട് പോകും തോറും എതിർപ്പിൻ്റെ കാഠിന്യം കൂടി വന്നു, എതിർപ്പിൻ്റെ അളവ് കൂടി വന്നു. അത് മോഹൻലാലിന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മോഹൻലാൽ മാപ്പ് പറയാൻ തയ്യാറായത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ആ തുടക്കത്തിൽ ഈ പറയുന്നത് പോലെ ചെറിയ എതിർപ്പുകളൊക്കെ വരുമ്പോൾ, അതിപ്പോൾ ഈ കീർത്തി ചക്ര എന്ന സിനിമയെക്കുറിച്ച് ആദ്യം ചില എതിർപ്പുകൾ വന്നിരുന്നു. ഏകപക്ഷീയമായിട്ട് ചില ആൾക്കാരെ, കാശ്മീരികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള എതിർപ്പുകളൊക്കെ ആദ്യം വന്നിരുന്നു. പക്ഷെ അന്നതൊന്നും ആരും വലിയ കാര്യമാക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ എതിർപ്പുകളൊക്കെ കെട്ടടങ്ങുകയും ചെയ്തു. അതിനുശേഷം മോഹൻലാലിൻ്റെ അതുപോലെയുള്ള പട്ടാള സിനിമകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് എല്ലാ ജനവിഭാഗങ്ങളിലും കിട്ടിയത്. ഞാൻ പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ആ സിനിമയെ വലിയ, ഇപ്പോൾ കാർഗിൽ യുദ്ധം സംബന്ധിച്ച ആ സിനിമയൊക്കെ വലിയ, അന്ന് ഞാൻ ജോലി ചെയ്യുന്ന പത്രസ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും റിവ്യൂ കാണാൻ പോയതാണ്. ഞങ്ങൾ പത്രക്കാർക്ക് വേണ്ടി പ്രത്യേക ഷോ ഉണ്ടായിരുന്നു.
എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മുടെ ജാതി, മതം, രാഷ്ട്രീയം ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട വിവിധ രാഷ്ട്രീയമുള്ളവരുണ്ടായിരുന്നു. എല്ലാവർക്കും ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സത്യസന്ധമായിട്ട് ആ കഥ പറഞ്ഞു. അവിടെ എന്താണോ സംഭവിച്ചത് അതിൻ്റെ നേർചിത്രമായിരുന്നു അവിടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, എങ്ങനെയാണ് അതിനെ നേരിട്ടത്, അവിടെ പട്ടാളത്തിന് എന്തൊക്കെ സഹിക്കേണ്ടി വന്നു, അവരെ ആരെല്ലാം ബുദ്ധിമുട്ടിച്ചു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് എന്താണ് നിലപാട് സ്വീകരിച്ചത്, ഈ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു, ഇതൊക്കെ അന്ന് ചർച്ചയായതാണ് ആ സിനിമയിൽ. അത് ആൾക്കാർ സ്വീകരിച്ചു. സത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് സ്വീകരിച്ചു. ഈ സത്യത്തെ അസത്യവും അസത്യത്തെ സത്യവുമാക്കുമ്പോഴാണ് ജനത്തിന് കലി വരുന്നത്. അതവർ കാണിച്ചു. അതിപ്പോൾ വെള്ള പൂശാൻ നിൽക്കുന്ന മേജർ രവി ജനങ്ങളുടെ, ആരാധകരുടെ, പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് മുഖം അടച്ച് ഒരടി വാങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.